മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 പത്രോസ് 5:6 നമുക്ക് ധ്യാനിക്കാം. ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ചാപ്റ്റർ 5:6. നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തള്ളക്കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അതിന് കാരണം എന്തെന്നറിയാമോ? ഉയരമുള്ള മരത്തിന്റെ ഏറ്റവും മുകളിലാണ് സാധാരണ കഴുകൻ കൂട് കെട്ടുക. ആകർഷകമായ ചെറുകമ്പുകളും പഞ്ഞിയും കൊണ്ട് കൂട് പണിയും. കുഞ്ഞുങ്ങൾ ജനിച്ച ദിവസങ്ങൾ കഴിഞ്ഞാൽ തള്ളക്കഴുകൻ ആ പഞ്ഞിയെല്ലാം കൊത്തി വലിച്ചു കളയും. അപ്പോൾ കൂർത്ത ചെറു കമ്പുകൾ അവയുടെ ദേഹത്ത് ചിലപ്പോഴൊക്കെ തട്ടും. അപ്പോഴൊക്കെയും തിരിഞ്ഞും മറിഞ്ഞും ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ തള്ളക്കഴുകൻ ആ കുഞ്ഞുങ്ങളെയും പുറത്തിരുത്തി ഉയരങ്ങളിലേക്ക് പറക്കും. ഈ സമയം ആ കുഞ്ഞ് ശുദ്ധമായി ശ്വസിച്ച് സന്തോഷിക്കും. എന്നാൽ ആ സന്തോഷം ഉടനെ അവസാനിക്കുകയായി. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ തള്ള തന്റെ ചിറകു മടക്കും. ചിറകിന്റെ ഓരം ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ മാങ്ങ വീഴുന്നത് പോലെ താഴേക്ക് വീഴും. രക്ഷപ്പെടാനുള്ള ആഗ്രഹത്താൽ അവ തന്റെ കുഞ്ഞു ചിറകുകൾ വീശും. ഭൂമിയോടടുക്കാറാകുമ്പോൾ തള്ളക്കഴുകൻ പറന്നു ചെന്ന് അവയെ വീണ്ടും ചിറകിലേറ്റി ഉയരുകയായി. ഇങ്ങനെ പലതവണ ആവർത്തിക്കും. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ചിറകുകൾ അനക്കി പറക്കാൻ പഠിച്ചിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ ധൈര്യസമേതം നേരിടാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം. അതേ, സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ആവേശത്തോടുകൂടി ആഗ്രഹവും തളരാത്ത മനസ്സും അസാധ്യമായ കാര്യങ്ങൾ പോലും നിർവഹിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.